Meet the editors. ചോദ്യം ഇതാണ്: കീഴടങ്ങൾ തുടരുമോ? നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പി ആർ സുനിൽ, ഇന്ന് പാർലമെന്റിലും കോടതിയിലും സംഭവിച്ച ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ചോദ്യത്തിന് ആധാരം. സമരം CJP അവസാനിപ്പിച്ചു. പക്ഷേ സമരം അവസാനിപ്പിക്കുമ്പോൾ ഗവൺമെൻറ്റുമായി ഒരു കരാറിൽ അവർ എത്തിയിരുന്നു. ആ കരാറിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു, അത് സാധ്യമായി. മറ്റൊന്ന് ഈ കോമ്പൻസേഷൻ കൊടുക്കുക മരിച്ച കുട്ടികൾക്ക് എന്നുള്ളതാണ്, അത് ഗവൺമെൻറ് പ്രോസസ്സിങ്ങിലാണ്. പക്ഷെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതിഷേധിച്ച കുട്ടികളുടെ മേലെടുത്തിരിക്കുന്ന FIRകൾ റദ്ദാക്കുക, അവരെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കുക എന്നതാണ്. അത് പാലിക്കാത്തത് കൊണ്ട് വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് CJP നേതാവ് അശുതോഷ് റാങ്കെ ഇന്നിപ്പോൾ സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്, എക്സ്ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് എഥനോൾ പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് E20 ജനതാ പാർട്ടി എന്ന CJPയുടെ പ്രതിഷേധത്തിന് സമാനമായ ഒരു ബദൽ പ്രതിഷേധം അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ടാക്സി സംഘടനകൾ. ചുരുക്കത്തിൽ ഈ കീഴടങ്ങൾ തുടരുമോ? ഇനി വരാനിരിക്കുന്നത് അഗ്നിപരീക്ഷയുടെ നാളുകളോ? തീർച്ചയായും കീഴടങ്ങൾ തുടരുക തന്നെ ചെയ്യും, തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 12 വർഷത്തെ ഈ മോദി സർക്കാരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ സ്ട്രെങ്ത്തിന്റെ ആദ്യ പടി ഇളക്കി എന്നുള്ളതാണ്. നമുക്ക് ചീഫ് ജസ്റ്റിസിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തയുടെ ഒരു പരാമർശമാണല്ലോ CJP എന്നൊരു പാർട്ടി ഉണ്ടായത്. എന്താണെന്ന് പറഞ്ഞത്, രാജ്യത്ത് തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർ കോക്രോച്ചുകളെ പോലെയാണ്, അവരിൽ ചിലർ ഈ ബ്ലോഗർമാരാണ്, അവരിൽ ചിലർ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ്, ഇവരൊക്കെ തന്നെ എല്ലായിടത്തും കയറി ശല്യപ്പെടുത്തുന്നു, ആ കോക്രോച്ചുകൾ എന്നാണ് അവരെ വിളിച്ചത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. പിന്നീട് ആ കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെത്തി പാർലമെന്റിന് മുന്നിൽ വലിയ സമരം നടത്തുന്നു, പാർലമെന്റ് മാർച്ച് നടത്തുന്നു, അവരെ ക്രൂരമായി ഡൽഹി പോലീസ് മർദ്ദിക്കുന്നു, കേന്ദ്രസേന മർദ്ദിക്കുന്നു. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് വീണ്ടും പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം, വി ഡോണ്ട് ഹാവ് ടൈം ടു ലുക്ക് ദോസ് വീഡിയോസ് എന്നൊക്കെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ആ ചീഫ് ജസ്റ്റിസ് ഇന്ന് പറഞ്ഞു, ഡൽഹിയിൽ ഈ സമരത്തിന് നേരെ പോലീസ് നടത്തിയ നടപടി തെറ്റായിപ്പോയി. സമാധാനപരമായി സമരം ചെയ്യുക, പ്രൊട്ടസ്റ്റ് നടത്തുക എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധത്തെ ലാത്തികൊണ്ടല്ല നേരിടേണ്ടത് എന്ന് ഡൽഹി പോലീസിനോട്, കേന്ദ്ര സർക്കാരിനോട് അതേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിക്ക് പറയേണ്ടി വന്നു എന്നത് മറ്റൊരു കീഴടങ്ങലാണ്, മറ്റൊരു തെറ്റുതിരുത്തലാണ്, അല്ലെങ്കിൽ ഒരു കണ്ണു തുറക്കലാണ് എന്ന് പറയാം. ഇനി കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കേന്ദ്ര സർക്കാരിന് 2 ദിവസം കൊണ്ടൊരു നിയമ രൂപീകരണം നടത്താനുള്ള ഒരു ഭേദഗതി തയ്യാറാക്കാനുള്ള സമയം കിട്ടിയിരിക്കുന്നു. അതിപ്പോൾ പാർലമെന്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധിക്കും, പക്ഷെ ചെയ്യില്ല എന്നതാണ്. പക്ഷെ അപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം പരിഹരിക്കുമോ ഈ സർക്കാർ എന്നൊരു വലിയ ചോദ്യമാണല്ലോ. ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാം പരിഹരിക്കാം, പരീക്ഷാ തട്ടിപ്പ് പരിഹരിക്കാം, ചോദ്യപേപ്പർ ചോർച്ച ഇനി ഉണ്ടാകില്ല, അതാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പ്. നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് നരേഷ് പാൽ ഗാംഗ്വാറിനെയാണ്. ഈ നരേഷ് പാൽ ഗാംഗ്വാറിനെതിരെ ഒരു വലിയ ആരോപണമുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്ന് ഈ നരേഷ് പാൽ ഗാംഗ്വാറിന്റെ കുടുംബം 1,16,00,000 സബ്സിഡി വാങ്ങി. 1,16,00,000 സബ്സിഡി വാങ്ങിയിരിക്കുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്ന് പച്ചക്കറി കൃഷി ചെയ്തതിന്. അതാരൊക്കെയാണ്? ഈ നരേഷ് പാൽ ഗാംഗ്വാറിന്റെ അമ്മ, ഭാര്യ, മകൻ എന്നിവർക്കായി 1,16,00,000 രൂപ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി സബ്സിഡി വാങ്ങി എന്നുള്ളൊരു ആരോപണമുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരെയാണ് ഇനി ഈ പരീക്ഷകളൊക്കെ നടത്തേണ്ട ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. പ്രഹ്ലാദ് ജോഷി മന്ത്രിയായി എത്തിയിട്ടുണ്ട്. ഇനി ആ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയൊക്കെ തന്നെ സുതാര്യമാക്കുക, അല്ലെങ്കിൽ ഈ പരീക്ഷാ തട്ടിപ്പ് തടയുക, ഈ മേഖലയിൽ തുടരുന്ന അഴിമതി തടയുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശ്ചര്യമുണ്ട്. ഏതായാലും നാളെ ഇപ്പോൾ പാർലമെന്റിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ല് ചർച്ചയ്ക്ക് വരികയാണ്. അത് ചർച്ചയ്ക്ക് പ്രതിപക്ഷം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ വലിയ വാഗ്വാദങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിനൊക്കെ തന്നെ ശക്തമായ അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയാണ്.
ഈ പോലീസ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്ന് സ്പീക്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവസരമായിരിക്കും ഈ ചർച്ച എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ നമ്മൾ കേട്ടത് ഏതെങ്കിലും മറ്റു വിഷയങ്ങൾ, നമുക്കറിയാലോ നേരത്തെ മുൻ സൈനിക മേധാവി നടത്തിയിട്ടുള്ള ചൈനയുമായുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ സഭ പിരിച്ചുവിടും, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ല. വലിയ നാടകീയ കാഴ്ചകളാണല്ലോ. അവിടെ നിന്നൊക്കെ തന്നെ സർക്കാരിന് മാറേണ്ടി വന്നു എന്നത് വലിയ മാറ്റമാണ്, അതൊരു വലിയ കീഴടങ്ങലാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ ഈ സമരം, CJP തുടങ്ങിവെച്ച ഈ മുന്നേറ്റം കേന്ദ്ര സർക്കാരിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഏതായാലും അത് നല്ല കാര്യം തന്നെയാണ്. ചീഫ് ജസ്റ്റിസിന്റെയും കണ്ണു തുറന്നിരിക്കുന്നു. അങ്ങനെ കണ്ണ് പലരും അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളൊക്കെ തന്നെ എല്ലാവരും തുറക്കട്ടെ എന്നുള്ളതാണ്. നാളെ ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും മറുപടി പറയാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലില്ല. ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. AK-47 ഉപയോഗിച്ചു പാട്നയിൽ, AK-47 ബീഹാറിൽ, AK-47 ഉപയോഗിച്ചാണ് വിദ്യാർത്ഥി സമരത്തെ പോലീസ് നേരിടുന്നത് ബീഹാറിൽ. ഡൽഹിയിൽ പെല്ലറ്റ് ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, പെല്ലറ്റ് ഗൺ. 5 പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു, 5 തവണ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. ഇതിനൊന്നും തന്നെ ആരാണ് അനുമതി നൽകിയത്? ആരാണ് ഇവർക്ക് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്? ഇലക്ട്രിക് ലത്തി ഉപയോഗിച്ചാണ് കുട്ടികളെ മർദ്ദിച്ചത്. ആരാണ് ഇതിന് അനുമതി നൽകിയത്? ഒരു പ്രൊസീജിയറും ഇവിടെ പാലിച്ചിട്ടില്ല. ഇവിടെ പാലിക്കേണ്ട ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല. അപ്പോൾ ഒരു നടപടിക്രമവും പാലിക്കാതെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരെയാണ് അതിക്രൂരമായി തല്ലിച്ചതച്ചത്. ഒരക്ഷരം ഇതുവരെ അതിന്റെ ചുമതലയുള്ള കേന്ദ്രസേനയുടെ ചുമതലയുള്ള ഡൽഹി പോലീസിന്റെ ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മിണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പാർലമെന്റിലെത്തിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാം വീഡിയോ ഇനി വരുമോ എന്നറിയില്ല. ഏതായാലും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിലൂടെ മാത്രമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയില്ല. ഏതായാലും നാളെ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അമിത്ഷായ്ക്കെതിരെയുള്ള ഈ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അമിത്ഷാ ചോദ്യമുനയിലാണ്. പീയൂഷ് ഗോയൽ, അതുപോലെ തന്നെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ചോദ്യമുനയിലാണ്. കാർഷിക രംഗത്തിന്റെ പ്രതിസന്ധിയിൽ മറ്റൊരു വലിയ വിഷയമാണ് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ E20 വാഹനങ്ങളുടെ കാര്യം. എത്തനോൾ പെട്രോൾ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. എത്തനോൾ പെട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 50 കോടി വാഹനം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ വിഷയമാണ്. 2023, അതായത് ഇന്ത്യയിൽ ഒരു 50 കോടി വാഹന ഉടമകളുണ്ടെങ്കിൽ, 50 കോടി വാഹനങ്ങളുണ്ട് എങ്കിൽ ആ 50 കോടി വാഹനങ്ങളിൽ ഏതാണ്ട് 70%-ലധികം വാഹനങ്ങളും 2023 മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ വാഹനങ്ങളാണ്. 2023 ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ മാത്രമാണ് ഈ എത്തനോൾ 20% പെട്രോളിൽ ഉയർത്തുമ്പോൾ അത്തരം ആ പെട്രോൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള E20 വാഹനങ്ങളാകുന്നത്. അത് വളരെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന വാഹനങ്ങൾ, അത് ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, വലിയ വാഹനങ്ങളായിക്കോട്ടെ, എല്ലാ വാഹനങ്ങളെയും, എല്ലാ വാഹന ഉടമകളെയും, ടാക്സി ഉടമകളെയും ഒക്കെ തന്നെ ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ബയോഫ്യൂവൽ എന്ന വലിയ പ്രചരണമാണ് നിതിൻ ഗഡ്കരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ കാരണം പറയുന്നത്? വലിയ കൗതുകമാണ്. അതായത് കരിമ്പ് കർഷകരെ സഹായിക്കാനാണ് എന്നാണ് പറയുന്നത്. ഈ 2025-26 കണക്ക് പ്രകാരം കരിമ്പ് കർഷകർക്ക് 79,818 കോടി രൂപയാണ് സർക്കാർ നൽകാനുണ്ടായിരുന്നത്. 79,818 കോടി രൂപ. ഇതിൽ 16,087 കോടി രൂപ ഇതുവരെ നൽകിയിട്ടില്ല. 2022 മുതൽ പെട്രോളിൽ ഇന്ത്യയിൽ 10% എത്തനോൾ കലർത്തുന്നുണ്ട്. 2022 മുതൽ 10% എത്തനോൾ കലർത്തുന്നുണ്ട്. ഇതുവരെ ഇത്രയും 10% എത്തനോൾ കലർത്തി കിട്ടിയ പണം കൊണ്ട് എന്തുകൊണ്ടാണ് കർഷകരുടെ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റാത്തത്? ഇനി 20% കൂട്ടുമ്പോൾ എന്താണ് കർഷകർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത്? കർഷകർക്ക് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. കർഷകർക്ക് എന്തെങ്കിലും നേട്ടം ഈ എത്തനോൾ നൽകുന്നതിലൂടെ, എത്തനോൾ പെട്രോളിൽ കലർത്തുന്നതിലൂടെ കിട്ടുന്നുവെങ്കിൽ ഇന്ന് രാജ്യത്ത് കർഷക സമരം ഉണ്ടാകില്ല. രാജ്യത്ത് കർഷകർ വീണ്ടും കർഷക സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സംയുക്ത കിസാൻ മോർച്ച 28-ാം തീയതി വരുന്ന ദിവസങ്ങളിൽ വലിയ സമരം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. രാജ്യത്ത് കർഷകർ ഇപ്പോഴും കടക്കണിയിലാണ്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല. ഈ പഞ്ചസാര കമ്പനികളാണെങ്കിൽ അവർക്ക് അവരുടെ കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കുന്നില്ല. ചോളം കർഷകരായിക്കോട്ടെ, പരുത്തി കർഷകരായിക്കോട്ടെ, എല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പോൾ എത്തനോൾ എന്നൊരു ന്യായം പറയുന്നത് എന്താണ്?
ഈ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന സർക്കാരിന്റെ വലിയ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനുള്ള ഒരു മാർഗമായി ഈ എത്തനോൾ 20% കൂട്ടുകയാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ തന്നെ 20% എത്തനോൾ കലർത്തുന്ന പെട്രോൾ ഉണ്ട്. പക്ഷേ അതിന് ശേഷിയുള്ള വാഹനങ്ങളും ആ വാഹനത്തിന്റെ എഞ്ചിനും ഒക്കെ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അതില്ല. അപ്പോൾ ശാസ്ത്രീയമായ ഒരു പഠനമോ ശാസ്ത്രീയമായ ഒരു നടപടികളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് രാജ്യത്തെ മുഴുവൻ വാഹനം ഉപയോഗിക്കുന്ന ആളുകളെയും വാഹന ഉടമകളെയും ഈ സർക്കാർ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത്. ഇത് ചെറിയ പ്രശ്നമല്ല, ഇത് ചെറിയ പ്രശ്നമേ അല്ല, ഇത് വലിയ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ EJP എന്നൊരു പാർട്ടിയായി മാറുന്നത്. EJP എന്ന പാർട്ടിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ CJPക്ക് കണ്ടതുപോലുള്ള വലിയ പിന്തുണ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതൊരു മൂവ്മെന്റായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങളാണ് സർക്കാരിനെതിരെ വരുന്നത്. അപ്പോൾ അമിത്ഷാ ചോദ്യമുനയിലാണ്, കേന്ദ്ര കൃഷിമന്ത്രി ചോദ്യമുനയിലാണ്, കേന്ദ്ര വാണിജ്യമന്ത്രി ചോദ്യമുനയിലാണ്, കേന്ദ്ര ഗതാഗത മന്ത്രി ചോദ്യമുനയിലാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെയും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അയോധ്യയിലെ സംഭാവന തട്ടിപ്പും ഇനി വരാനിരിക്കുകയാണ്. അയോധ്യയിലെ സംഭാവന തട്ടിപ്പ് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ചോദ്യം ചെയ്യുന്നത്? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയ്ക്കാണ് അദ്ദേഹം ചുമതല നൽകിയത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി നേരിട്ടാണ് നിരീക്ഷിച്ചിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വിഷയങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇനി എളുപ്പമാകില്ല. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് മോദി സർക്കാരിന്റെ അവസ്ഥ മാറുന്നു എന്നാണ് എന്റെ ഈ വിഷയത്തിലെ നിരീക്ഷണം. നോക്കൂ, അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ, പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ, അതിനെ തള്ളിക്കൊണ്ട് കീഴടങ്ങാതെ മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയില്ല എന്നതാണ് എന്റെ നിലപാട്. കീഴടങ്ങൾ തുടരുമോ എന്നതാണ് ചോദ്യം. മധു? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഈ നാടിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരു വലിയ പ്രതിഷേധം രാജ്യത്തുണ്ടാകുന്നു. അതിന്റെ മുഴുവൻ ആവശ്യങ്ങളെയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു. ഇതല്ലേ ജനാധിപത്യം എന്നത് ചോദിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വഴിതെറ്റാതിരിക്കാൻ, മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ എന്നൊക്കെയുള്ള ധാർമ്മിക പശ്ചാത്തലം ഒരുക്കിയിട്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. അവിടെ നിന്ന് പിറ്റേ ദിവസം ഇതേ CJPയുടെ നേതാക്കൾക്ക്, സൗരദാസിന് ഒക്കെ നേരത്തെ കപിൽ സിബലിനൊപ്പം നിന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു, ഞങ്ങളോട് പറയുന്നതൊന്നും പാലിക്കുന്നില്ല എന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ സർക്കാർ, ആ സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാകേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനമുണ്ടാക്കേണ്ട ഒന്നാണ്. എപ്പോഴാണോ ജനങ്ങൾക്ക് ആ ജനാധിപത്യത്തിലും ജനാധിപത്യത്തെ നയിക്കുന്ന സർക്കാരിലും വിശ്വാസമില്ലാതെ പോകുന്നത്, ആ സമയത്തുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളാണ് പിന്നീടുണ്ടാകുന്ന വലിയ കലാപങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. ഈ നാട്ടിലെ ഒരു ജനറേഷന് മുഴുവനും, ഈ നാട്ടിലെ യുവാക്കൾക്ക് കൊടുത്ത വാക്കാണ് കേന്ദ്ര സർക്കാർ പാലിക്കാതെ ഇരിക്കുന്നത്. പട്നയിൽ ഈ പറയുന്ന പ്രക്ഷോഭത്തിനിടയിൽ AK-47 തോക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. അഭിഷേക് പട്ടേൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുമാത്രമാണോ പര്യാപ്തമായ നടപടി? നോക്കൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ കഴിയുന്ന ഒരു ഉപകരണമല്ല AK-47 എന്ന് പറയുന്നത്. അത് മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ്. എങ്ങനെയാണ് ഈ പട്ന പോലീസിലെ ഒരു CPOയ്ക്ക്, ഒരു കോൺസ്റ്റബിളിന് AK-47 ആക്സസ് ഉണ്ടാവുക? AK-47 എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുക? അപ്പം അതായത് ഒരു മിനിറ്റിൽ 600 റൗണ്ട് വെടിവെക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഈ AK-47 എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്കും നക്സൽ വിരുദ്ധ വേട്ടയ്ക്കും മാരകായുധങ്ങളേന്തിയ കുറ്റവാളികൾക്കും നേരെ മാത്രമാണ്. അല്ലാതെ ജനക്കൂട്ടങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ മുന്നറിയിപ്പ് നൽകണം, കണ്ണീർവാതകം പ്രയോഗിക്കാം, ജലപീരങ്കി പ്രയോഗിക്കാം, പരമാവധി ലാത്തിചാർജ് ചെയ്യാം. ഇതിനപ്പുറത്തേക്കുള്ള യാതൊരു കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ വലിയ ഇനി വെടിവെക്കുകയാണെങ്കിൽ തന്നെ എങ്ങോട്ടാണ്? മുട്ടിന് താഴെയാണ് വെടിവെക്കേണ്ടി വരുന്നത് ജനങ്ങളെ പിരിച്ചുവിടാൻ. അതും ഈ പറയുന്ന റബ്ബർ ബുള്ളറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ആദ്യഘട്ടത്തിൽ. അങ്ങനെയൊക്കെയാണ് ഇത് നേരിട്ട് AK-47 എങ്ങനെയാണ് ഈ പ്രക്ഷോഭകാരികളായ യുവാക്കളെ നേരിടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ AK-47 മാത്രമാണോ കൊണ്ടുവന്നത്? അതോ വലിയ ആയുധ ശേഖരം പോലീസ് നടത്തിയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞതുപോലെ ചോരയിൽ മുക്കി കൊല്ലാനുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. ഒരൊറ്റ AK-47 ഒരു ധൈര്യത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുവന്നതാണോ? എന്തിനാണ്? ആർക്കെതിരെ ഉപയോഗിക്കാനാണ്? ഈ നാട്ടിലെ യുവാക്കളോടൊരു ജനാധിപത്യം ചെയ്യുന്നത് ഇതാണോ എന്ന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ ചോദിച്ചത് ഇതുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനാധിപത്യം, ഈ നാട്ടിലെ യുവാക്കളോട് പരാജയപ്പെട്ട ഭരണകൂടങ്ങളുടെ ആയുധമാണ് ലാത്തിയും തോക്കുമൊക്കെ. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പരാജയപ്പെട്ട ജനകീയ സംവിധാനമാണോ?
അങ്ങനെ പരാജയപ്പെട്ടതുകൊണ്ടാണോ അവർക്ക് ലാത്തിയും ഈ പറയുന്ന മുള്ളുവെച്ച ലാത്തിയും വലിയ പത്തക്കോലും AK-47 ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്? പരാജയം സമ്മതിച്ചു കഴിഞ്ഞോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, പ്രധാന്റെ രാജി അംഗീകരിച്ചിരിക്കുന്നു, പ്രധാൻ രാജിവെച്ച് പോയിരിക്കുന്നു. രണ്ടാമത്തേത് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം, പോസിബിൾ ആയിട്ടുള്ള അത്രയും വലിയ നഷ്ടപരിഹാരം നൽകുമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. മൂന്നാമത്തേത് നിയമ നടപടികൾ പിൻവലിക്കും. നാലാമത്തേത് പരീക്ഷാ പരിഷ്കരണം. മൂന്നാമത്തേത് നിയമ നടപടികൾ പിൻവലിക്കുമെന്നുള്ളതാണ്. ഇതുവരെ ഒരു FIR-ഉം റദ്ദാക്കിയിട്ട് അത് കോടതിയിലേക്കടക്കം പോകേണ്ടുന്ന പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ പോലീസ് അവിടെ നിന്ന് നിലത്തിട്ട് ചവിട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, രാഹുൽ ഗാന്ധിയെ, KC വേണുഗോപാലിനെ, അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെ എല്ലാവരെയും തന്നെ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് കുറിച്ച ഈ AK-47 ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ തന്നെ പറയുന്നത് ഈ സംവിധാനം സിസ്റ്റം ഡൗൺ റൈറ്റ് മർഡറസ് അഗെയിൻസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് കൊലപാതകങ്ങളായി മാറാൻ കഴിയുക എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. 3 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് AK-47 ഉപയോഗത്തിൽ. 3 വിദ്യാർത്ഥികൾക്ക് ബുള്ളറ്റ് ഏറ്റിരിക്കുന്നു. അതിലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയല്ല എന്നാണ് പറയപ്പെടുന്നത്. 10-15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വെടിയേറ്റത് കഴുത്തിനോ മറ്റോ ആണ് എന്നും പറയുന്നത് കേൾക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ നിൽക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ മറുപടി പറയുക? ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും, പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ പോലും അമിതാധികാര പ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ഈ കണ്ണിന് കണ്ണ് കൈക്ക് കൈ എന്ന നിലയ്ക്ക് നേരിടാനാണെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ കെട്ടഴിച്ചു വിട്ടാൽ പോരെ. എന്തിനാണ് പോലീസ്? അച്ചടക്കമുള്ള സംവിധാനം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ് പോലീസ്. അവർക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ പാടുള്ളൂ നിയമം വാഴുന്ന ഭൂമിയിൽ എന്നതാണ്. ഇനി ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ബില്ല് ഒരു തട്ടിക്കൂട്ട് ബില്ലാണ്. ഒന്നാമത്തെ കാര്യം, 4 പേജ് അമെൻമെന്റ് ആണ്. എന്നിരുന്നാൽ പോലും, കാരണം ആ ബില്ല് ചർച്ച ചെയ്യണം. ആ ബില്ലിനെ കുറിച്ച് കേന്ദ്രം തീരുമാനിക്കുന്നതിന് മുൻപ്, ഇതൊരു സമവായ ശ്രമം എന്ന നിലയ്ക്കാണല്ലോ ബില്ല് കൊണ്ടുവരുന്നത്, അതിനു മുൻപ് തന്നെ ഈ പറയുന്ന പോലീസിന്റെ അമിതാധികാര പ്രയോഗവും ഈ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച കാരണങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്തെങ്കിലും ചർച്ച ചെയ്തോ? ഈ ബില്ല് ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്നതാണോ? ഈ ബില്ല് ചർച്ച ചെയ്താൽ ഉത്തരം കിട്ടുന്നതാണോ? രാജ്യത്ത് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പേപ്പർ ലീക്ക് ഉണ്ടായി? എന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദിത്തം? എങ്ങനെയാണ് അതിനെതിരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായത്? ആ പോലീസിന്റെ അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് വിന്യാസം എങ്ങനെയായിരുന്നു? ആ പോലീസ് എങ്ങനെയാണ് അനധികൃതമായ ആയുധങ്ങൾ ഉപയോഗിച്ചത്? ആ പോലീസിന് എന്തുകൊണ്ടാണ് നെയിം ബോർഡ് ഇല്ലാതിരുന്നത്? ആ പോലീസിന് പലപ്പോഴും എന്തുകൊണ്ടാണ് യൂണിഫോം ഇല്ലാതിരുന്നത്? തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരം പറയുക? പേപ്പർ ലീക്ക് ബില്ലിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ ഇതൊന്നും ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടതില്ലേ? ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഈ വക കാര്യങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് ഒരു പ്രസ്താവനയെങ്കിലും നടത്തേണ്ടേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കീഴിലാണ് ദില്ലി. അപ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, ദില്ലിയിലെ ഭരണം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ അദ്ദേഹത്തിലേക്ക് കൂടിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പക്ഷെ ആര് ചോദിക്കും? പ്രതിപക്ഷത്തിന് ചോദിക്കാൻ അവസരമുണ്ടോ? പാർലമെന്റിൽ ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെയാണ് കഴിഞ്ഞ 6 ദിവസവും സഭ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് സഭ ചേരുന്നു, എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നതിന് മുമ്പ് സഭ പിരിയുന്നു. എന്നിട്ട് 12 മണിക്ക് ചേരുമ്പോൾ ബില്ല് ചർച്ച ചെയ്യണം, മറ്റൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കർശനമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു. ഇത് എന്ത് ജനാധിപത്യമാണ്? ചർച്ചകളില്ലാത്ത ജനാധിപത്യത്തെ ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? പ്രധാനമന്ത്രി ഇന്നും പാർലമെന്റിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം മാത്രമാണോ അദ്ദേഹത്തിന്റെ വിനിമയ ഉപാധി എന്ന് പറയുന്നത്? ഈ രാജ്യത്തിന്, ഞാൻ നേരത്തെ നോക്കിയാൽ, ഈ രാജ്യത്തിന്റെ റൂറൽ പോപ്പുലേഷനിൽ ഇന്റർനെറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് 57%. ഈ 57% മാത്രം കണ്ടാൽ മതിയോ അദ്ദേഹത്തിന്റെ മറുപടി? ഈ രാജ്യത്തുള്ള 140 കോടി ജനങ്ങളിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? പറ്റില്ല, പ്രായോഗികമായി പറ്റില്ല. അതിനാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രതിനിധികൾ ലോക്സഭയിൽ ഇരിക്കുന്നത്. അവരോട് മറുപടി പറയണ്ടേ? അവരോട് മറുപടി പറഞ്ഞാൽ മതി. അവരോട് മറുപടി പറഞ്ഞാൽ ജനങ്ങളോട് മറുപടി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജനസംഖ്യാനുപാതികമായി നമ്മൾ മണ്ഡലങ്ങൾ തിരിക്കുന്ന അവർക്ക് വിശ്വാസ്യതയുള്ള ആളുകളെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുന്നതും. അങ്ങനെ ലോക്സഭയിലേക്ക് എത്തിയ ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ലോക്സഭാംഗങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. വലിയ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല ഭരണപക്ഷമാക്കി മാറ്റിയിരിക്കുന്നത്, ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണമെന്നത് ഈ ജനാധിപത്യ രാജ്യത്തിലെ ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം നിഷേധിക്കുക എന്നതിന് തുല്യമാണ് എന്നതാണ്. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എല്ലാ ഉപാധികളും അനുവദിച്ചുകൊണ്ട് ആ സമരത്തിന് പരിസമാപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഈ തീഷ്ണതയിൽ ഒരു സമരം സാധ്യമാണോ? ഇപ്പോൾ വീണ്ടും ഈ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി വരുമെന്ന് സൗരദാസ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. സാധ്യമാണോ? ഈ കണ്ട ആളുകൾ മുഴുവനും ഇനി ദില്ലിയിലേക്ക് എത്തുക, മാത്രമല്ല ഇവർക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ, നേരത്തെ ചർച്ചയിലും പറഞ്ഞു, ഈ കേസുകൾ പിൻവലിച്ചില്ല എങ്കിൽ നോക്കൂ, ഭാവിയുള്ള വിദ്യാർത്ഥികളാണ്, ഇവർക്കെതിരെ അടക്കം കേസുകളുണ്ട്.
അവർക്ക് അവരുടെ കുടുംബത്തിൽ നാട്ടിലൊക്കെ അവരുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് വലിയ പ്രഷർ ഉണ്ടാകും. ഇനിയും ഈ കേസ് ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ദില്ലിക്ക് വണ്ടി കയറാൻ അവർക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ സമയത്ത് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന് പറഞ്ഞവരെ പറ്റിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുക, എന്നിട്ട് വിദ്യാർത്ഥികൾക്കെതിരായ കേസ് പിൻവലിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്, വഞ്ചനയാണ്. രാജ്യം ഇത് കാണുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും തീക്ഷ്ണതയിൽ നിന്നൊരു സമരത്തെ വഞ്ചനയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അടുത്ത ഈ EJP, ഈ E20 ജനതാ പാർട്ടി എത്രയാണെന്നറിയാമോ? 379K. ഇന്ന് രാവിലെ 11 മണിക്ക് ബ്രേക്കിംഗ് അവേഴ്സ് ആരംഭിക്കുമ്പോൾ 180K ആണ് അവരുടെ പിന്തുണ എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മൾ CJPയുടെ പിന്തുണ എന്ന് പറയുന്നത് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഓരോ മില്യൺ വെച്ചായിരുന്നു വർദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ E20യിലും സമാനമായതല്ല. എന്നിരുന്നാൽ പോലും മണിക്കൂറുകൾ വെച്ച് ഇത്രയധികം പിന്തുണയുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ ഡീസൽ, ഇതിപ്പോൾ പെട്രോൾ വാഹനങ്ങളിലാണല്ലോ ഈ പറയുന്ന ഈ എഥനോൾ മിശ്രിതം വരുന്നത്. ഡീസൽ വാഹനങ്ങളിലും ഈ ഐസോബ്യൂട്ടാനോൾ എന്ന് പറയുന്ന ഒരു മിശ്രിതത്തെക്കുറിച്ച് കേന്ദ്രം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് ഇപ്പം ഡീസൽ വണ്ടിയിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാണല്ലോ വിചാരിക്കുന്നത്. ഒന്നാമത് ഡീസൽ വണ്ടിക്ക് ഇറക്കി 2-ാം വർഷം തൊട്ട് പണിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഐസോ ബ്യൂട്ടനോളിൻ്റെ മിശ്രിതം കലർത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യ സജീവമായി ആലോചിക്കുന്നത്. ഡീസലിൽ 15% വരെ മിശ്രിതം പരീക്ഷിക്കാമെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഥനോൾ ഡീസലുമായിട്ട് സിങ്ക് ആവില്ല. പക്ഷെ അതിനു പകരം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ E20 ജനതാ പാർട്ടി അവരുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഇങ്ങനെയാണ്: 1 ഡിമാൻഡ് 1 മിഷൻ, വി വാണ്ട് ദ ഫ്രീഡം ടു ചൂസ് 100% ഒറിജിനൽ ഫ്യൂവൽ അറ്റ് ഡിസ്കൗണ്ടബിൾ പ്രൈസ് എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചോ അതിനും എന്നത് പ്രധാനമാണ്. മറ്റൊരു മഹാനെ കുറിച്ച് കൂടി പരാമർശിക്കാതെ ഇന്ന് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. അത് TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ ആധ്യാത്മിക ആചാര്യനാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതറിയില്ല. അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ആളുകളെയൊക്കെ തോക്ക് വെച്ച് നേരിടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ബുദ്ധിയൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായിരിക്കും. പക്ഷേ പൊതുബോധം എന്നൊന്നുണ്ടല്ലോ, ഇത് വിളിച്ചു പറയാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് സത്യമായി ആഭ്യന്തര വകുപ്പ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധിയെയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയോ അളക്കാനാണല്ലോ കേട്ടോ. അത് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പ്രതികരിക്കാനും കഴിയുകയുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കണ്ടന്റ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. കാരണം ഇത് നമ്മുടെ ഫീഡല്ല, ഇത് നമ്മുടെ യൂണിവേഴ്സുമല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യവുമല്ല. ഞാൻ മനുഷ്യസാധ്യമല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന മനസാക്ഷിയും ഈ പറയുന്ന ശേഷിയുമുള്ള ബുദ്ധിശേഷിയുമുള്ള മനുഷ്യരെ ഞാൻ ആ ഗണത്തിൽപ്പെടുന്നില്ല. ഇത് സ്ത്രീകൾക്കെതിരെ അടക്കം അതിക്രമങ്ങൾ ഉണ്ടായെന്ന് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഞാൻ ആ കണ്ടന്റ് എനിക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് ഒഴിവാക്കപ്പെട്ടതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പറയുന്ന മനുഷ്യത്വരാഹിത്യം, സ്ത്രീ വിരുദ്ധത തുടങ്ങിയ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പരാമർശിച്ചു പോയി എന്നതേയുള്ളൂ. കീടങ്ങൾ തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് വിദഗ്ധമായി പാലിക്കുന്നത് എന്നത് എത്രയോ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ ഓരോ പൗരൻ്റെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ വെച്ചുകൊടുക്കാൻ മാത്രം ഉണ്ടാവും അത് എന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ്. അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കള്ളപ്പണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുമെന്നും ആ കള്ളപ്പണത്തിൻ്റെ ഈ ബ്ലാക്ക് മണിയെ പൂർണ്ണമായിട്ടും നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഡീമോണിറ്റൈസേഷൻ കൊണ്ട് സാധ്യമാക്കുമെന്നും പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ സാധിച്ചില്ല. കള്ളപ്പണത്തെ അതേപടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരോധിച്ച പണത്തിൻ്റെ 99%, 9%ഉം തിരിച്ച് റിസർവ് ബാങ്കിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് വരി നിന്ന് ATMിൽ നിന്ന് കുഴഞ്ഞു വീണ മനുഷ്യരുടെ രക്തസാക്ഷിത്വം മാത്രം ബാക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. നമ്മൾക്ക് പെട്രോളിൻ്റെ വില കുറഞ്ഞ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നു തന്നെ നിന്നു. അപ്പോൾ 15 ലക്ഷം കിട്ടിയില്ല എന്നത് പോട്ടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞില്ല എന്നത് പോട്ടെ, ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടിയിട്ടില്ല എന്നത് പോകട്ടെ, നമ്മളുടെ നാട് ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗ്രാമീണ മേഖലയിൽ നമ്മൾ നിർഭരരാകുമെന്ന് പറഞ്ഞു. ആ ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ പരുത്തിയും അതേപോലെ സോയാബീനും ചോളവും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളെയും കർഷകരെയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡിലൂടെ നമ്മൾ പണയം വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും യുവാക്കളെ വഞ്ചിച്ചു എന്ന് CJPക്ക് തോന്നുന്നത് പോലെ ഈ കരാറിലും ഒരു ലംഘനം നടന്നിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാനിത് അശുതോഷ് റാങ്കയുടെ എക്സ്പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, അറസ്റ്റ് പാടില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ FIRകളും റദ്ദാക്കും എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അതിക്രമം നടത്തിയവർക്കെതിരെയുള്ള നടപടികൾ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്ര പേരാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? CJPയെ കോട്ട് ചെയ്താൽ ആസാമിൽ 8 FIRകൾ ഇട്ടിട്ടുണ്ട്, കൊൽക്കത്തയിൽ 11 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബീഹാറിൽ 86 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞതിനു ശേഷവും സർവൈലൻസ് തുടരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ മുഹമ്മദ് ജുനൈദ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മുഹമ്മദ് ജുനൈദിനെ, ആ മുഹമ്മദ് ജുനൈദിനെ സർവൈലൻസിലാക്കി ഡൽഹി പോലീസ്. മുഹമ്മദ് ജുനൈദിനെ തടഞ്ഞു വെച്ചിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള പണം എവിടെ നിന്ന് വന്നു, ഏത് വിദേശ ഏജൻസി നിങ്ങൾക്ക് നൽകി? മുഹമ്മദ് ജുനൈദിനെ ചോദ്യം ചെയ്യാണ് സമരം അവസാനിച്ചതിന് ശേഷം. അപ്പോൾ സമരത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും വേട്ടയാടില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെയും പേരിൽ FIR ഇല്ലെന്നും പറഞ്ഞ അതേ സർക്കാർ CJPക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നതാണ് അശുതോഷ് റാങ്കെ പറയുന്ന ഒന്ന്. രണ്ടാമത്തത്, പാർലമെന്റിൽ ആവർത്തിച്ചു പറയുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയണം. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാവുന്നു. കോക്രോച്ചസ് എന്ന് ഈ ഒരു പദപ്രയോഗം സമ്മാനിച്ച സൂര്യകാന്ത് തന്നെ ആ കാര്യം പറയുന്നു. ലാത്തി ചാർജ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് എന്ന് കരുതി ഉടൻ പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, കോൺ ലാത്തി ചാർജ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അജിറ്റേഷൻ. ഒരു പ്രതിഷേധമുണ്ട് എന്ന് കരുതി ലാത്തി ചാർജ് നടത്തുക പാടില്ല എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് ഉത്തരവാദികളായവരെ പിടിക്കണ്ടേ? അതല്ലേ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്? ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് വീഴ്ച സംഭവിച്ചു എന്ന് RAF തന്നെ സംബന്ധിച്ചിരിക്കുന്ന കാര്യമല്ലേ? എന്താ RAF? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എപ്പോഴാ പെരുമാറുക? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഭീകരവാദികളെയും സായുധ കലാപധാരികളെയും നേരിടാൻ വേണ്ടിയിട്ട് CRPFന്റെ ഒരു വിങ് രൂപം കൊടുത്തതാണ് ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ആരെയാ നേരിടുന്നത്? അവിടെ കയ്യിൽ അംബേദ്കറുടെ പുസ്തകം, അംബേദ്കറുടെ ചിത്രവും ഭരണഘടനയും ത്രിവർണ്ണ പതാകയുമായിരുന്നു ആ വിദ്യാർത്ഥികളുടെ ആയുധം. അവരെ നേരിടാൻ എന്തിനാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്? ഡൽഹി പോലീസ് മതിയാകുമായിരുന്നില്ലേ? ആ ഡൽഹി പോലീസിന് പകരം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് ചട്ടവിരുദ്ധമായി കാശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെല്ലറ്റുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ കാഴ്ചശക്തിയെപ്പോലും നശിപ്പിക്കത്തക്ക രീതിയിൽ തുടർച്ചയായി പെല്ലറ്റ് ഉപയോഗിച്ചത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല. ഒരു വിദ്യാർത്ഥിനിയുടെ കരണക്കുറ്റിക്ക് കൈവീശിയടിച്ച സന്ദീപ് പാണ്ഡെ ആ സ്ഥലത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിക്കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല. വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലേക്ക് വളരെ മോശമായ രീതിയിൽ ആക്രമണം നടത്തിയ 2 പോലീസുകാരുണ്ട്. എന്നിട്ട് അവർ അത് കണ്ടുനിന്ന് ചിരിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടിയില്ല. നോക്കൂ, ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യവും അത് പ്രതിപക്ഷത്തിന് ആവശ്യമായിരുന്നു. അതും ഇതുവരെയും നടന്നില്ല. അത് മറുപടി പറയേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയിട്ടില്ല. ആരോടാണ് ചോദിക്കേണ്ടത്? ഇന്ത്യ. ആരോടാണ് ചോദിക്കേണ്ടത്? പ്രതിപക്ഷം. അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കൊടുത്ത വാക്കുകൾ തെറ്റിക്കുന്നു കേന്ദ്രമെന്ന തോന്നലുണ്ടാക്കുന്നത് CJPയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും പാർലമെന്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റ് തുടരുമെന്നാണ്. ജന്തർ മന്ദറിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമെന്ന് പറയുന്നു CJP. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താ കരുതിയത്? കേന്ദ്ര സർക്കാർ കരുതിയത് ഇത് പറഞ്ഞുകൊടുത്ത് ഈ പാർട്ടികളെ ഒരിക്കൽ ഓടിച്ചു വിട്ടാൽ പിന്നീട് അവർ തിരിച്ച് ഇതേ മൊമെന്റത്തിൽ വരില്ലല്ലോ എന്നാണ്. പക്ഷേ നോക്കൂ, അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോക്രോച്ചസ്. നിമിഷ നേരം കൊണ്ട് പട്നയിലും അതേപോലെ ജാർഖണ്ഡിലും റാഞ്ചിയിലും ബാംഗ്ലൂരുവിലും കൊച്ചിയിലും ഒരേപോലെ ഈ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്ലാറ്റ്ഫോം ഇല്ലാതെ ഈ ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ ഏതു നിമിഷവും ഇനിയൊരു പ്രക്ഷോഭത്തിന് ആ വിദ്യാർത്ഥികൾക്ക് കരുത്തുണ്ട്. അത് ഈ കേന്ദ്ര സർക്കാർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. കീടങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരും. ദാ നോക്കൂ, പ്രധാനമന്ത്രി ഇതിന് മാത്രമല്ല, ഇനി നേരത്തെ പിയാസും സൂചിപ്പിച്ചതുപോലെ ഈ അയോധ്യ വിഷയം രാമനെ വെച്ചായിരുന്നല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ അയോധ്യയുമായി ബന്ധപ്പെട്ട് താൻ പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്
ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. രാത്രിയിൽ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് സന്ദേശം നൽകാൻ വരുന്ന പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ അത് പറയാനുള്ള ബാധ്യതയുണ്ട്. CJP-യിൽ മാത്രമല്ല, ഈ അയോധ്യയുടെ വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. കാര്യം ഈ നിമിഷം വരെയും സമ്പത്ത് റായ് എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ചെയർമാനെ FIR ഇട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് വാരിക്കൊണ്ടുപോയത് 5-10 രൂപയല്ല, കോടിക്കണക്കിന് രൂപയാണ്. അതാണ് ഇനി രണ്ടാമത്തെ കീടങ്ങളായി വരാൻ പോകുന്നത്. മൂന്നാമത്തത് ഭാഗീരഥി ചൗധരി എന്ന് പറയുന്ന സഹമന്ത്രിയെക്കുറിച്ച് പറയാം. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രിയാണ്. കൃഷിവകുപ്പിന് സബ്സിഡികളുണ്ട്. സ്വന്തം ഫാമിൽ കുക്കുംബറിന്റെ ഫാമായിരുന്നു അജ്മീറിൽ ഉണ്ടായിരുന്നത്. 99,60,000 രൂപയാണ് സ്വന്തം വകുപ്പിൽ നിന്ന് ഈ പറയുന്ന ഭാഗീരഥി ചൗധരി എന്ന് പറയുന്ന കൃഷി സഹമന്ത്രി കൈപ്പറ്റിയിരിക്കുന്നത്. സ്വന്തം വകുപ്പിൽ നിന്ന് ആ വകുപ്പിന്റെ സബ്സിഡി 99 ലക്ഷം, ഏകദേശം 1 കോടി രൂപയ്ക്ക് 40,000 രൂപ മാത്രം ബാക്കി. ഈ കൃഷി വകുപ്പ് മന്ത്രി ചോദ്യങ്ങൾ നേരിടാൻ പോവുകയാണ് പാർലമെന്റിൽ. അവിടെയും കീഴടങ്ങേണ്ടി വരും. അത് കഴിഞ്ഞാണ് ഇപ്പോൾ പ്രക്ഷോഭം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള E20 ജനതാ പാർട്ടിയുടെ ചോദ്യം. നോക്കൂ, 2 രീതിയിലാണ് ആ സമരം ഇപ്പോൾ നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്ന്, ഒരു നാഷണൽ ടൗൺ ഹാൾ വിളിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അതേപോലെ E20യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഥനോൾ ഒരു ടീം ഭാരത് എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിച്ചിട്ടുണ്ട്. ആരാണ്? തെഹ്സീൻ പുരാവാൾക്കർ. ജൂലൈ 31-ാം തീയതി പാർലമെന്റിലേക്ക്, ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കോക്രോച്ചിനെ പോലെ E20 ജനതാ പാർട്ടിയും ഒരു പക്ഷേ ഇനി ഈ സർക്കാരിനെ വിറപ്പിക്കാൻ പോവുക. ചെറിയ കഥയല്ല കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്താ ഇതിനകത്ത്? നിതിൻ ഗഡ്കരിക്കെതിരെയുള്ള പ്രശ്നം, ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ 2 മക്കൾ, ആ 2 മക്കൾക്ക് 2 കമ്പനികൾ, ഒന്ന് സിയാൻ എന്ന് പറയുന്ന ഒരു കമ്പനി, രണ്ടാമത്തെ കമ്പനി മനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ കമ്പനി. ഇത് 2 അഗ്രോ ഇൻഡസ്ട്രീസ് കമ്പനികളാണ്. എഥനോൾ അടക്കം നിർമ്മിക്കുന്ന ഈ പറയുന്ന കരിമ്പിൽ നിന്ന്, മെയ്സിൽ നിന്ന്, ചോളത്തിൽ നിന്ന് ഒക്കെ എഥനോൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ 2024 ജൂൺ മാസത്തിലെ വരുമാനത്തെക്കുറിച്ച് ഒരു ലേഖനം പറയുന്നുണ്ട്. കേവലം 17 കോടി രൂപ മാത്രമായിരുന്നു സാർ. ആരുടെ? സിയാൻ എന്ന് പറയുന്ന കമ്പനിയുടെ, അത് നിതിൻ ഗഡ്കരിയുടെ ഒരു മകൻ്റെ കമ്പനിയാണ്. ആ കമ്പനിയുടെ വരുമാനം 17 കോടി മാത്രമായിരുന്നു. 2026 ആയപ്പോഴേക്കും അത് 1200 കോടി രൂപയായി കൂടി. എങ്ങനെയാണ് 2 വർഷം കൊണ്ട് 17 കോടി 1200 കോടി രൂപയായി കൂടുന്നത്? ആ സമയത്താണ് എഥനോൾ 10% നിന്ന് 20% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അതായത് മാർക്കറ്റിലെ പെട്രോളിൻ്റെ റേറ്റിനേക്കാൾ കൂടുതൽ എഥനോൾ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങി നമ്മുടെ പെട്രോൾ വാഹനങ്ങളിൽ അടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ. ഏത് പരിശോധന? ഈ 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങളിൽ ആ രീതിയിലുള്ള ഒരു പരിശോധനയുമില്ല. ഇന്ന് 67% വാഹന ഉടമകളും, അതായത് 2023 മുൻപ് രജിസ്റ്റർ ചെയ്ത പെട്രോൾ വാഹനങ്ങളുടെ 67% ആളുകളും പറയുന്നു മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, അവിടെ വെയർ ആൻഡ് ടയർ ഉണ്ടാവുന്നു, അവരുടെ ഉപകരണങ്ങൾക്ക്, വണ്ടിയുടെ ഉപകരണങ്ങൾക്ക് കേടുപാടുകളും തേയ്മാനവും കൂടുതലായിട്ടുണ്ടാവുന്നു. ഇതിപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുക കേന്ദ്ര സർക്കാരിന്. ആര് സമാധാനം പറയും? ഈ 67%-ഓളം 2023 മുമ്പുള്ള പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെട്രോൾ വാഹന ഉപഭോക്താക്കളുടെ ഈ ആവശ്യത്തിന് ആര് സമാധാനം പറയും? എന്നിട്ട് ഇനി ഈ 100ലേക്ക് എത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഡീസലിലേക്ക് ഐസോബ്യൂട്ടനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിശ്രിതം ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കമ്പനി തടിച്ചു വളരുന്നുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജനങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫുഡ് പ്രൊഡക്ഷൻ എത്ര വേണമെന്നറിയാമോ? അത് ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയാകുമ്പോഴേക്കും 480 ബില്യൺ നമ്മുടെ ടൺ ഫുഡ് പ്രൊഡക്ഷൻ വേണം. ഇപ്പോഴുള്ളതാവട്ടെ 354 ബില്യൺ മാത്രമാണ്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ എഥനോൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിനുവേണ്ടി നോക്കൂ, പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പഞ്ചസാരയുടെ വില കൂടി. നോക്കൂ, പഞ്ചസാരയുടെ വില കൂടുകയാണ്. പഞ്ചസാര വില കൂടുന്നു. ഇതാണോ സാധാരണക്കാരെ സഹായിക്കുന്ന ആം ആദ്മി ഗവൺമെന്റ്? ഇതാണോ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഗവൺമെന്റ്? ഈ പഞ്ചസാരയുടെ വില കൂടുകയാണ്. കാരണം എന്താ? എഥനോൾ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. എഥനോളിലേക്കാണ് കൂടുതൽ പണം കിട്ടുക. ഇതേപോലുള്ള കമ്പനികൾ തഴച്ചു വളരുന്നു. സാധാരണക്കാരൻ്റെ പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവൻ്റെ അവസ്ഥ നോക്കൂ. ഇനി ഡീസൽ വാഹനങ്ങളിലേക്ക് അത് കടന്നു വരാൻ പോവുകയാണ്. അതിന് നൽകുന്ന വ്യാഖ്യാനമോ ആ വ്യാഖ്യാനവും പിഴച്ചു പോകുന്നു എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കീടങ്ങൾ തുടരുമോ എന്ന ചോദ്യത്തിന് ഇത് പ്രധാനമന്ത്രിയിൽ അവസാനിക്കില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ അവസാനിക്കില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ അവസാനിക്കില്ല, കൃഷി സഹമന്ത്രിയെ ഭാഗീരഥി ചൗധരിയും ഒപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരിയിലേക്കും ചോദ്യങ്ങൾ ഉയരും എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ നേരത്തെ മാധു സൂചിപ്പിച്ചതാണ്, ഇത് പൊതുവെ ഒരു ബോധമായി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ സമരം പരാജയപ്പെട്ടു പോയ യുവജനതയുടെ സമരത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ആ യുവജനത
അവരെ എന്തു ചെയ്യണമെന്നാണ് കേരളത്തിലെ ഒരു സംഘപരിവാറിൻ്റെ ബൗദ്ധിക പ്രമുഖൻ പറയുന്നത്? എനിക്ക് അധികാരം കിട്ടിയാൽ കർഫ്യൂ ഏർപ്പെടുത്തി അവരെ മുഴുവൻ വെടിവെച്ചിട്ട് ആ ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന്. ആരെക്കുറിച്ചാണ് പറയുന്നത്? 15ഉം 18ഉം വയസ്സ് മാത്രം പ്രായമുള്ള ഈ നമ്മളുടെ വിദ്യാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലാൻ മനസ്സില്ലാത്ത ഒരു സംഖ്യയുടെ ബൗദ്ധിക പ്രമുഖൻ എന്ന് പറയുക. 15ഉം 16ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളുടെ ഉടുപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിലെ ഗ്യാപ്പിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് പറയുകയാണ്. എത്ര മോശമായ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് നോക്കുക. എന്നിട്ട് ആ കുട്ടികളെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് കൂട്ടബലാത്സംഗത്തിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നൽകുന്നതായി ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. വിവിധ സോഷ്യൽ മീഡിയകളിൽ ആ പ്രൊഫൈലുകളുണ്ട്. ഒരു റേപ്പിസ്റ്റായിട്ട് ഒരാൾ സ്വയം അവതരിക്കുകയാണ്. എന്നിട്ട് അയാൾ ആഹ്വാനം നടത്തുകയാണ് കൂട്ടബലാത്സംഗത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ നിരത്തുകയാണ്. ഇങ്ങനെയുള്ള മനസ്ഥിതിയുമായി ചില കൂട്ടർ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അത് ഇനി ഈ ജനസഞ്ചയത്തെ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കീടങ്ങൾ തുടരും. അത് ഒരു വിഷയത്തിൽ മാത്രമാവില്ല, ഒരുപാട് വിഷയങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചോദ്യമായിരുന്നു. പക്ഷേ അതിന് പ്രധാനമന്ത്രിയെ നമുക്കൊന്ന് പകൽ വെളിച്ചത്തിൽ പാർലമെന്റിൽ കാണാൻ കഴിയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയണം. ഓരോ മന്ത്രിമാരായി ചോദ്യം വരുന്ന മന്ത്രിമാരെല്ലാം പാർലമെന്റിൽ നിന്ന് ഓടിയൊളിക്കുന്ന സാഹചര്യമാണ്. അത്യന്തം നിർഭാഗ്യകരമെന്നേ പറയും. കീഴടങ്ങൾ തുടരുമോ എന്നതാണ് ചോദ്യം. ആന്റോ ഗാസ്റ്റോ, ഡൽഹി പോലീസ് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്നറിയോ, പ്രധാനമന്ത്രിക്ക് എതിരെ ഉയർന്ന പോസ്റ്റുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചിരിക്കുകയാണ്. എത്രയും വേഗം പ്രധാനമന്ത്രിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഇട്ട പോസ്റ്റുകളെല്ലാം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ട്വിറ്ററിനൊക്കെ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യം കേട്ടോ. അത് ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം അങ്ങോട്ട് നീണ്ടുപോയാൽ, അപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നം വന്നു. ഈ പാറ്റക്കുട്ടികൾ അതിനേക്കാളും ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് അവരതിനകത്ത് ഉപയോഗിച്ച ഹാഷ്ടാഗുകളെല്ലാം നരേന്ദ്രമോദി നേരത്തെ ഉപയോഗിച്ചിരുന്ന ഹാഷ്ടാഗുകളാണ്. അപ്പം ഈ ഹാഷ്ടാഗ് വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഒരെണ്ണം റിമൂവ് ചെയ്യുമ്പോൾ 5 നരേന്ദ്രമോദി നേരത്തെ, പ്രധാനമന്ത്രി നേരത്തെ ഇട്ട പോസ്റ്റുകളും BJP നേരത്തെ ഇട്ട പോസ്റ്റുകളുമാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. നാളെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് അറിഞ്ഞിട്ട് അതുകൂടി മുന്നിൽ കണ്ടിട്ടാണ് ഓരോ സാമൂഹിക പോസ്റ്റുകൾ വരെ ഇട്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് രാജ്യം എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പം ബീഹാറിൽ 450 പേര് പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത്. അവരിൽ പല ആൾക്കാരെയും വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പോലീസും സർക്കാരും പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ 21 FIR ആണ് ബീഹാറിൽ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഇത്രയും ആൾക്കാരെ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കും. കാരണം ഇന്നലെ തീരുമാനമായതാണ്, സമരം പിൻവലിച്ചതാണ്. അവരോട് ഇപ്പം തന്നെ നിങ്ങൾ പോവാം, കാരണം ഈ പ്രശ്നങ്ങൾ ഇവിടെ നമ്മൾ ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ വിടേണ്ടത്. പല ആൾക്കാരെയും വിട്ടിട്ടില്ല, പല ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു, പല ആൾക്കാരെയും നിനക്ക് ഞാൻ കാണിച്ചു തരാം, കുറച്ച് ദിവസം കഴിയട്ടെ, ഇതൊന്ന് ഒതുങ്ങിക്കോട്ടെ എന്നുള്ള ലൈനിൽ പിടിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. പല ആൾക്കാരോടും നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്, അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്നുള്ളത്. അത് ഇന്ന് CJPക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് കപിൽ സിബലിനെ അടക്കം കൊണ്ടുവന്നിരുന്നത്. അവർ ക്ലാരിറ്റിയോടുകൂടി കാര്യം പറഞ്ഞത് എന്താണ്, വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നാളെ തുടങ്ങി സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ്. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് അവർ വന്ന് എന്താണ് സർക്കാരിനോട് പറയുകയാണ്, ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നതും നിങ്ങളെ അഭിമുഖീകരിക്കുന്നതെല്ലാം സർക്കാരിനെ അഭിമുഖീകരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ആ രീതിയിലേ പഠിച്ചിട്ടുള്ളൂ, ഞങ്ങളങ്ങനെ. പക്ഷേ നിങ്ങൾക്കതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ചെയ്യുന്ന പണി നമ്മുടെ അടുത്ത് എടുക്കണ്ട എന്നുള്ളതാണ്. നാളെ ഒരു ദിവസം കൂടെ സമയമുണ്ട്. സാധാരണ നാളെയും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇന്നലെ വരെ സർക്കാർ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കി, ബാക്കിയൊന്നും പാലിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അവർ ഇന്ന് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു നാളേക്കുണ്ട് നിങ്ങൾ ഈ കാര്യത്തിലുള്ള തീരുമാനം എടുക്കണമെന്നുള്ളത്. അപ്പം ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി BJP അല്ലെങ്കിൽ BJP സർക്കാരോ പെരുമാറും എന്നുള്ളൊരു ബോധ്യം CJPക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി സർക്കാർ പെരുമാറും എന്നുള്ളതാണ്. അത് നേരത്തെ മാധു പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ചർച്ച നടത്തേണ്ടത് എന്താണ്? പാർലമെൻറ്റിൽ ചർച്ച നടത്തേണ്ടത് എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ തല്ലിയത് എന്നുള്ളതാണ്. എന്തിനാണ് AK-47 ഉപയോഗിച്ചത്, എന്തിനാണ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചത്, എന്തിനാണ് മരക്കഷ്ണത്തിൽ ആണിയടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ തല്ലിയത്, എന്തിനാണ് ഈ നരനാരായിട്ട് നടത്തിയത് എന്നുള്ളതിനൊക്കെ ചർച്ച നടത്തണ്ടേ പാർലമെൻറ്റിൽ? എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ നടത്താൻ പാടില്ല, ഇങ്ങനെ രീതിയിൽ. അന്ന് സുപ്രീം കോടതി കാര്യത്തോടു കൂടി പറഞ്ഞല്ലോ, ഈ സംശയത്തിന് അതീതമായിരിക്കണം എന്താണ് സീസറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ മന്ത്രി രാജിവെച്ച സ്ഥലമാണ്.
അതിനേക്കാളും വലിയൊരു എന്താണ് ഇതാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയത്. എന്താണ് പറഞ്ഞത്? അമിത അധികാര പ്രയോഗം പോലീസ് നടത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് നടത്തി എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആരാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്? CJP ഉണ്ടാക്കാൻ കാരണക്കാരനായ ആളാണ്. അദ്ദേഹത്തിന് വരെ കാര്യം ബോധ്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറുപടി പാർലമെൻറ്റിൽ പറയണ്ടേ? അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാതെ അവിടെയാണ് ഈ ബില്ല് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബില്ലിൽ ഇത് വല്ലതും ചർച്ച ചെയ്യുമോ? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾ നാളെ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം അതിനോട് കോൺഗ്രസ് സഹകരിക്കാനും ഇന്ത്യ മുന്നണി സഹകരിക്കാനും തീരുമാനിച്ചതോടുകൂടി ശക്തമായ പ്രതിവാദം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതത്ര ഈസിയായി തീരുന്ന ഒരു സംവിധാനമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലൊരു മൂവ്മെൻറ്റിലേക്ക് തുടക്കമായി CJPയുടെ സമരം മാറി എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ എത്തനോളിൻ്റെ സമരമായി വരികയാണ്, E20 വരികയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അതിന് മുൻനിരയിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ കാർഷിക സംഘടനകൾ ഇറങ്ങുന്നു. അപ്പോൾ ഈ എത്തനോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% എത്തനോൾ എന്ന് പറയുമ്പോൾ ഈ വെള്ളവും എത്തനോളും കൂടി ചേർന്ന മിശ്രിതമാണ് ഈ പറയുന്ന പെട്രോൾ വണ്ടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഹൈബ്രിഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. പകുതി വണ്ടിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഒരു 70% വണ്ടികൾ ഹൈബ്രിഡ് വണ്ടികളാണ്. മനസ്സിലായോ? ബാറ്ററിയിൽ ഓടാൻ തുടങ്ങിയിരിക്കുന്നു വണ്ടിയിൽ. ഒരു ബാറ്ററി ചാർജ് ചെയ്താൽ 800-900 കിലോമീറ്റർ ഓടുന്ന രീതിയിലേക്ക് ലോകം മാറുന്നു. ആ സമയത്താണ് ഇവിടെ എത്തനോളുമായിട്ട് വരികയാണ്. എത്തനോൾ വരുമ്പോൾ എത്രയാണ് എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫാക്ടറികളെ സംബന്ധിച്ച് ഇത് കർഷകനല്ലല്ലോ കിട്ടുന്നത്. ഇത് കിട്ടുന്ന ആർക്കാ? ഫാക്ടറികൾക്കാണ്. ഫാക്ടറികൾ ആരാണ് നോക്കുന്നത്? ഈ കുത്തകകളാണ് ഫാക്ടറികൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകൻ്റെ കയ്യിൽ നിന്നും ഈ കരിമ്പ് വാങ്ങി പഞ്ചസാര കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തനോളിലേക്ക് വേണ്ടി മാറുമ്പോൾ പഞ്ചസാരയുടെ വില ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതാരെയാണ് ബാധിക്കുക? അത് ഇന്ത്യയിലെ കർഷകരെയും പാവപ്പെട്ടവരെയാണ് ബാധിക്കുന്നത്. 45 രൂപയും 50 രൂപയും കൊടുത്തിട്ട് പഞ്ചസാര വാങ്ങേണ്ട ഒരു സംവിധാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ പെട്രോൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാം ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ പ്രോപ്പറായി മെൽറ്റ് ആവാതെ അല്ലെങ്കിൽ ബ്ലെൻഡ് ആവാതെ ടാങ്കിൻ്റെ അടിവശത്താണ് കിടക്കുന്നത്. അടിയിൽ കൂടിയാണ് പെട്രോൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇഞ്ചിനിലേക്ക് എത്തുന്നത് ഈ എത്തനോളാണ് ഇഞ്ചിനിലേക്ക് എത്തുന്നത്. അതോടുകൂടി ഇഞ്ചിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ഇഞ്ചിനും പ്രവർത്തനരഹിതമാകുകയും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 5-6 വർഷം പഴക്കമുള്ള വാഹനങ്ങളിലെല്ലാം ഈ പറഞ്ഞ വലിയ പെട്രോൾ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പോലും പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ പെട്രോൾ എത്തനോളുമായി യോജിപ്പിച്ച് ഇന്ന വണ്ടികൾക്ക് ഉപയോഗിക്കാം, ഇന്ന വണ്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈൻ പോലും ഇറക്കാതെ ഏതൊക്കെ വണ്ടികൾക്ക് എത്തനോൾ ഉപയോഗിക്കാം, ഏതൊക്കെ വണ്ടി എത്തനോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ സൂപ്പർ പെട്രോൾ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ പെട്രോൾ പമ്പിൽ അറിയാം, ഏകദേശം 5 രൂപയോ 10 രൂപയൊക്കെ കൂടുതൽ കൊടുത്താൽ സൂപ്പർ പെട്രോൾ കിട്ടും. അതിനെന്താണ് പറയുക? അവർ സ്റ്റഡി നടത്തിയിട്ട് പറയുന്നത് ഇത്ര മൈലേജ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് പറയും. അത്ര പോലും ആരും നടത്തിയിട്ടില്ല. ഒരു പെട്രോൾ എത്തനോൾ കലർത്താൻ തീരുമാനിച്ചത് ബ്രസീലാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ എത്തനോൾ ഉപയോഗിക്കാൻ ഒരു ചെറിയ ഭാഗം തുടങ്ങിയത് അവിടുത്തെ പട്ടാളക്കാരോട് ജോലിക്ക് പോകാൻ പറയുന്ന സ്ഥലമാണ്. കാരണം അവിടെ അത്രയ്ക്ക് പോലും പൈസയില്ല. അവരോട് പറയും നിങ്ങൾ പട്ടാളക്കാരെങ്കിലും ജോലിയെടുത്ത് നിങ്ങൾ ജീവിക്കാനുള്ള സംവിധാനം. അതുപോലെയാണ് ഇന്ത്യ അത് വിചാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയാണ് രാജ്യം പോയി എത്തി നിൽക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് എല്ലാ പുതുപരീക്ഷണങ്ങളും ഈ രാജ്യത്തിന് ആവശ്യമാണ്, പുതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതിനൊരു പഠനം വേണ്ടേ? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഏതൊക്കെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഇവർ പറയുന്നത് കേട്ടിട്ട് വിചാരിക്കും ഇന്ത്യയിൽ ഓടുന്ന പെട്രോൾ വാഹനങ്ങൾക്ക് മുഴുവൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ പെട്രോൾ വാഹനങ്ങൾക്ക് ഈ ഹൈബ്രിഡ് പെട്രോൾ വാഹനങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതറിയത്തില്ല. ജനങ്ങൾക്ക് അറിയത്തില്ല. ഏത് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് എത്തനോളുള്ള പെട്രോളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഉപകാരമൊട്ട് ഇല്ലതാനും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പറയുന്ന ഇത്രയും വലിയൊരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം കാർഷിക പ്രശ്നമാണ്. കാർഷിക പ്രശ്നത്തിനെ കുറിച്ചിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനവും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ തൊഴിലുറപ്പ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരുന്ന എന്താണ്? തൊഴിലുറപ്പാണ്. അതുവരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അതിൽ വരെ കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി. കേരളം പൈസ കണ്ടെത്തണം. ഇനി തൊഴിലുറപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ പൈസ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പം സാധാരണക്കാരെ ഡയറക്റ്റ് ബാധിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റയടിക്ക് എടുക്കുകയാണ്. അതിനൊന്നും ഒരു ന്യായീകരണമില്ല. ഏത് ന്യായീകരണമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുക? ഒരു ന്യായീകരണം ഇല്ല എന്നുള്ള. വാക്ക് പാലിക്കുക എന്ന് പറയുന്ന സാധനം നിഘണ്ടുവിലില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു ഒരു കോർപ്പറേഷനാണല്ലോ BJP ഭരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട കോർപ്പറേഷൻ. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് കേട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവരും.
തിരുവനന്തപുരത്തിന് ഒരു ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോഴത്തേക്കും ബ്ലൂ പ്രിൻ്റ് കേരളത്തിൽ നടപ്പിലാക്കുന്നു. നിങ്ങൾ ഈ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? BJP പറഞ്ഞ കാര്യമാണ് അല്ലേ? എത്ര നാളായി? ഒരു കൊല്ലാകാൻ പോവാണ് അധികാരത്തിൽ വന്നിട്ട് അല്ലേ? ബ്ലൂ പ്രിൻ്റ് പോയിട്ട് ഒരു ബ്ലൂ പോലും കാണുന്നില്ല അവിടെ. അത് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അവിടെ ഒരു മാറ്റം നടന്നു. എന്താണെന്നറിയോ? അവിടെ ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹരിത കർമ്മസേനയുടെ യൂണിഫോം അതെന്തായിരുന്നു? അത് പച്ചയായിരുന്നു അല്ലേ? അതിപ്പോൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? കാവി നിറത്തിലുള്ള ഒരു ജാക്കറ്റ് മേലെ കൂടെ കൊടുത്തു. കാവി നിറത്തിലുള്ള ജാക്കറ്റ്, തൊപ്പി അതിൻ്റെ മേലെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രി കാലങ്ങളിൽ കാണാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ വന്ന. ഏത് രാത്രി കാലങ്ങളിൽ ആരാണ് ഹൈദരാബാദ് അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നത്? ആലോചിക്ക്. മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നത് എന്താണ്? മാറ്റങ്ങൾ വരുന്നത് കാവ്യ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. മനസ്സിലായോ? നിങ്ങൾ ക്ഷേത്രങ്ങൾ പണിയാൻ തീരുമാനിക്കുന്നു, ക്ഷേത്രങ്ങൾ പണിയുന്നതോടുകൂടി അത് അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. മനസ്സിലായില്ലേ? ക്ഷേത്രങ്ങൾ പണിയുന്നത് നല്ലതാണ്. പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, അതോടുകൂടി എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്നു, നല്ല ഇന്ത്യയിൽ നല്ല പേരാകുന്നു, വലിയ ക്ഷേത്രം വരുന്നു. അത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന വരുമാനവും നമുക്ക് സ്വന്തമാകുക എന്ന് തീരുമാനിക്കുകയാണ്. അതും കൂടി ആ കൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ 2026 തുടങ്ങി 2050 ഫോർകാസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം 2026 നിന്ന് 2000 ഫോർകാസ്റ്റ് ചെയ്ത് പോവുകയാണ്. 2000 എന്താണോ നടപ്പിലാക്കിയത് അതെങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും എന്ന് നോക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പം പണ്ട്. ഇനിയിപ്പോൾ അവർ നോക്കുന്നത് എന്തായിരിക്കും? ഇനിയിപ്പോൾ പെട്രോൾ വെള്ളം ഒഴിച്ചോടുന്ന വണ്ടിയുണ്ടോ എന്ന് ആലോചിക്കുന്ന ലെവലിലേക്ക് മാറുകയാണ്. കാരണം ഇപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ. അപ്പം എത്തനോട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 20% വെള്ളമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ കറണ്ടിൽ 800 കിലോമീറ്ററും 900 കിലോമീറ്റർ ഓടുന്ന വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞു. അല്ല, ബാറ്ററിയിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ അരമണിക്കൂർ ചാർജ് ചെയ്താൽ 900 കിലോമീറ്റർ ഓടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എത്ര ശതമാനം ടാക്സ് മേടിക്കുന്നത് ഇന്ത്യയിൽ? ഈ ക്രൂഡ് ഓയിലിൻ്റെ വില എത്ര കുറഞ്ഞു? ക്രൂഡ് ഓയിലിൻ്റെ യുദ്ധത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വില കുറച്ചു. പക്ഷേ ഇന്ത്യയിൽ മാത്രം വില കുറയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? ഇന്ത്യയിൽ വിലക്കയറ്റമില്ലാത്തതുകൊണ്ടാണ്? അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വില കൂടാത്തതുകൊണ്ടാണ്? കുറയ്ക്കുന്നില്ല. അപ്പം അത് ഇന്ത്യയിലെ പ്രത്യേകത എന്താ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം അല്ലേ? ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന രാഷ്ട്രം. ഒരു വർഷം മുമ്പ് നമുക്ക് വളരെ വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ഇന്ധന ചെലവും ഇപ്പോഴത്തെ ഇന്ധന ചെലവും തമ്മിൽ താരതമ്യം ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. അത് പെട്രോൾ കമ്പനികൾക്ക് ലാഭം. എല്ലാത്തിനും വില കൂടിയല്ലോ. കൂട്ടുന്നത് മാത്രം നമുക്കറിയാം. പക്ഷേ ഇവർക്ക് കുറയ്ക്കാൻ അറിയാം കേട്ടോ. ഇലക്ഷൻ വന്നോട്ടെ. ഇലക്ഷൻ വരുന്ന സമയത്ത് 35, 30 രൂപ, 20 രൂപ ഒക്കെ കുറയ്ക്കാൻ ഒരു മടിയില്ല. അല്ലല്ല, പെട്രോളിന് വില കൂടുന്നു എന്നുള്ളതല്ല, മൈലേജ് കുറയും. നമ്മളൊരു ഫുൾ ടാങ്ക് പെട്രോളോ ഡീസലോ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓടാൻ കഴിയുന്ന ദിവസങ്ങളുടെ എണ്ണം ഒരു വർഷത്തേതും ഇപ്പോഴത്തേതും തമ്മിൽ താരതമ്യം ചെയ്താൽ മതി. വളരെ വ്യക്തിപരമായി താരതമ്യം ചെയ്താൽ മതി. അങ്ങനെയല്ല ഇപ്പോഴുണ്ടാകുന്നത്. നമുക്ക് ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ഇന്ധന ചെലവിൻ്റെ ഇരട്ടി ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് മൈലേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ പെട്രോൾ കൺസ്യൂം ചെയ്യും, കൂടുതൽ ലാഭമുണ്ടാകും പെട്രോൾ കമ്പനികൾക്ക്. ഓക്കെ. അപ്പോൾ കീടങ്ങൾ തുടരുമോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.